ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Aachi's scookworld. ഞാനിന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി സ്പൈസി സോസേജ് മസാലയാണ്. സാധാരണ നമ്മൾ സോസേജ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കും. പക്ഷേ സോസേജ് വെച്ചിട്ടൊരു മസാല വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും സജഷൻസും താഴെയുള്ള കമൻറ്റ് ബോക്സിലും ഇടാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ടേസ്റ്റി സോസേജ് മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം സോസേജ് മസാല തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സോസേജ് എടുത്തിട്ടുണ്ട്. ചിക്കൻ സോസേജ് 8 എണ്ണം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചരിച്ചെണ്ണ സ്ലൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലൈസിന് എടുക്കാം. അതേപോലെ അണ്ടിപ്പരിപ്പ്, രാത്രി കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തക്കാളി നന്നായിട്ട് അടിച്ചെടുത്ത തക്കാളി പ്യൂരേ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കൊച്ചുള്ളിയാണ്, 100 ഗ്രാം കൊച്ചുള്ളി. അത് കൊച്ചുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള യൂസ് ചെയ്താലും മതി, അതായാലും മതി, പക്ഷേ ഇത് ടേസ്റ്റ് കൂടും. പിന്നെ 2 പച്ചമുളക് നീളത്തിന് കീറി വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില എപ്പോഴും നമുക്ക് കറിക്കൊക്കെ ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഈ സോസേജിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിനാവശ്യമുള്ള അത്ര ഉപ്പ്, സോസേജിൽ ഓൾറെഡി ഉപ്പ് കാണും, എന്നാലും ഇതിനാവശ്യമുള്ള ഉപ്പ്. അതേപോലെ 1 ടേബിൾ സ്പൂൺ എണ്ണ, ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നേരത്തെ എടുത്ത് വെച്ചിരുന്നതിന് പകുതി ഇട്ടാൽ മതി. ഇത് ഇത്രയും കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഈ മസാല എല്ലാം സോസേജിൽ പിടിക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ നമുക്ക് സോസേജ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് സോസേജ് ഇട്ട് കൊടുക്കാം. സോസേജ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും നല്ല ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ സോസേജ് ഫ്രൈ ചെയ്യുമ്പോൾ ഈ കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. അതായത് കണ്ടോ ഇതേപോലെ. അപ്പം മസാല പുരട്ടിയിട്ട് സോസേജ് ഫ്രൈ ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ, കറിക്കൊക്കെ ടേസ്റ്റ് കൂടാനായിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, എല്ലാ സൈഡും ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കോരിയെടുത്ത് നമുക്കത് മാറ്റി വെച്ചേക്കാം. ഇനി അതേ എണ്ണയിലേക്ക് ഞാൻ ബാക്കി ഇരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നേരത്തെ നമ്മളെടുത്ത് 1 ടേബിൾ സ്പൂണിന് പകുതി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ എടുത്തു, ബാക്കി പകുതിയാണിത്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ചെറുതായി മൂക്കൊന്നും വേണ്ട, ഒരു പച്ചമണം മാറിയാൽ മതി. ഇനി ഇതിലേക്ക് നീളത്തിന് കട്ട് ചെയ്ത് വെച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിരുന്നില്ലേ, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇതൊന്ന് ചെറുതായി ആ കറിവേപ്പിലേക്ക് ഒന്ന് പൊട്ടിത്തീരുമ്പോൾ നമുക്കതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു കൊച്ചുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ഇടാം, കനം കുറച്ച് അരിഞ്ഞിട്ടാൽ മതി. പക്ഷേ കൊച്ചുള്ളി ആകുമ്പോൾ എപ്പോഴും നമ്മൾക്ക് കറിക്കൊക്കെ ടേസ്റ്റ് ഇടുന്നത് കൊച്ചുള്ളിയാണല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കൊച്ചുള്ളി എടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച് സോസേജിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കൊച്ചുള്ളിയിലേക്ക് ആവശ്യമുള്ള അത്ര ഉപ്പിട്ടാൽ മതി. ഇത് കൊച്ചുള്ളി നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് വരണം. സവാള ആയാലും നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്യുക, എന്നാലേ മസാലയൊക്കെ നല്ല കളറും ടേസ്റ്റും നമ്മൾക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ പ്യൂറി, ടൊമാറ്റോ ഒരു വലിയ തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് ഇതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ആ ഒരു തക്കാളിയുടെ ചെറിയൊരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഈ പച്ച മണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കുമ്പോഴത്തേക്കും ഇത് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. അതേപോലെ ആ കൊച്ചുള്ളിയും തക്കാളിയും നല്ല ഒരു കളറിൽ വരും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഒരിക്കലും നിങ്ങൾ ഈ കറിയിലോട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കാര്യം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കറിയുടെ ടേസ്റ്റ് അപ്പാടെ അങ്ങ് മാറിപ്പോവും. അപ്പം ഇതൊന്ന് ആ മസാല ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ഇട്ട് കൊടുക്കാം. സോസേജ് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സോസേജും മസാലയും എല്ലാം കൂടെ ഒരേപോലെ യോജിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. ആ മസാല ഒന്ന് സോസേജ് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു 2 മിനിറ്റ് നമുക്കത് വേവിക്കാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് ഒന്നും കൂടെ ഇളക്കി വെച്ച് കൊടുക്കുക. എപ്പോഴും ഓർക്കുക, ഇത് ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ അടച്ചു വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എല്ലാം നല്ല രീതിയിൽ നിന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്ത അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, കുതിർത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക. ആ അരച്ച മിക്സ് വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഇനി അതേ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഒരു പക്ഷേ കറി ഇപ്പോഴും കുറുകിയിരിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് കറി തിക്കാണെന്ന് തോന്നുമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസ് ആക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ എൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അണ്ടിപ്പരിപ്പ് ഒഴിക്കുമ്പോഴത്തേക്കും എപ്പോഴും തിക്കാവും. അപ്പം ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇടുമ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടുമല്ലോ, അപ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ ലാസ്റ്റായിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പം നമ്മളുടെ സ്പൈസി സോസേജ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവ് ചെയ്യാം. അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ഇതിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ സ്പൈസി സോസേജ് മസാല. നമ്മളെപ്പോഴും കുട്ടികൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഇങ്ങനൊരു മസാല ആക്കിയാൽ എപ്പോഴും നല്ലൊരു ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. റെസിപ്പി തയ്യാറാക്കേണ്ട ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കേണ്ട വിധവും എല്ലാം താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആച്ചി സcookworld ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ.